ഗുഡ് മോർണിംഗ്. ഡേ 3 നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ എഴുന്നേക്കാൻ പറ്റി. 4 o'clock എഴുന്നേറ്റു. നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. അത് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല. നമ്മൾ ഇറങ്ങിയപ്പോൾ 11:30 ആയി. 4:55 ബസ്. ഞങ്ങൾ 4:40 ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി. 10 മിനിറ്റ് ഇല്ല ആക്ച്വലി വോക്ക്. ബട്ട് ഞങ്ങളൊരു കുറച്ച് നേരത്തെ ഇറങ്ങി. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ടാണ് ടിക്കറ്റ് എടുക്കാൻ. അത് ഫോണിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. അത് ആപ്പ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ തണുപ്പില്ല കേട്ടോ. വലിയ തണുപ്പില്ല. ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ സൺറൈസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ആക്ച്വലി ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ ആരും ഇല്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടണം. അപ്പോൾ എല്ലാവരും പറയുന്നത് ബിറ്റ്വീൻ മോർണിംഗ് സൺറൈസ് ടു 8 ആണ്. കാരണം ഇന്ന് മൺഡേ ആയതുകൊണ്ട് ഇവിടെ ലോങ് വീക്കെൻഡും അല്ല. സോ ഇന്ന് വർക്കിംഗ് ഡേ ആയിരിക്കും. സോ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഭയങ്കര ക്രൗഡഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബ്രൂക്ലിൻ ബ്രിഡ്ജും പിന്നെ ഡംബോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് രണ്ടും, ഡംബോ ഭയങ്കര ചെറിയ സ്ഥലം. അപ്പോൾ അവിടെ ഭയങ്കര ഓവർ ക്രൗഡ് ആവും. അതിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് എത്തിപ്പെടണം. അറ്റ്ലീസ്റ്റ് എനിക്ക് ഡംബോ കിട്ടിയില്ലെങ്കിലും ബ്രൂക്ലിൻ കിട്ടണം. എനിക്ക് ഡംബോ സൈഡ് അല്ലേ ഉള്ളൂ. ഡംബോ നല്ല വ്യൂ അത്. എനിക്ക് പക്ഷേ ബ്രൂക്ലിൻ ഇഷ്ടം. ബ്രൂക്ലിനിൽ കൂടെ ഇങ്ങനെ ഓടണം. നമ്മള് പോർട്ട് അതോറിറ്റി ടെർമിനൽ അവിടെ എത്തി. ഇന്നലെ നമ്മൾ പറഞ്ഞ എവിടെയെങ്കിലും നമ്മൾ പുതിയ സാധനം കോഫിയൊക്കെ ട്രൈ ചെയ്യുന്നു. പിന്നെയും ഇവിടെ തന്നെ സ്റ്റാർബക്സിൽ തന്നെ കയറി. രാവിലെ 5 മണി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, അകത്തോടെ തന്നെ പോകാൻ പറ്റും. ആക്ച്വലി രാവിലെ ഒരു കടയും തുറക്കത്തില്ല. ഇത് മാത്രമേ തുറക്കത്തുള്ളൂ. ഇതില്ലാണ്ട് എണീറ്റിക്കാനും പറ്റത്തില്ല. നല്ല ഉറക്കം വരുന്നുള്ളൂ. നോർമലി ഈജ കോഫിക്ക് നോ പറയുന്ന ട്രിപ്പ് പോകുമ്പോൾ മാത്രം ഒരിക്കലും കോഫിക്ക് നോ പറയാറില്ല. നമ്മളിപ്പോൾ നേരെ ഈ സബ്വേ 42nd സ്ട്രീറ്റിലേക്ക് പോവാണ്. അവിടെ നിന്ന് നമുക്ക് സബ്വേ എടുത്തിട്ട് ആക്ച്വലി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത സ്ട്രീറ്റിൽ നിന്ന് സബ്വേ എടുക്കേണ്ടതുണ്ട്. നമ്മൾ പുറത്തേക്ക് നടക്കുകയാണ്. ഇതാണ് ന്യൂയോർക്ക് 6 AM. വലിയ ക്രൗഡൊന്നുമില്ല. സാധാ ഉറങ്ങാത്ത നഗരം എന്നൊക്കെ പറഞ്ഞ ചുമ്മാതാണ്. രാവിലെ ഇവർ ഉറങ്ങും, രാത്രി ഇവർ ഉറങ്ങും. അതെ, നടക്കുന്ന കുറവൊന്നുമില്ല. ഒരു ക്ലീനും കൂടെ ആണ് സെറ്റായിരുന്നു. യൂസ് വരുമ്പോൾ ഇങ്ങനത്തെ കുറേ സൈനൊക്കെ കാണാം. നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ അവിടെ എത്തി ഫൈനലി. നമ്മൾ വിചാരിച്ചു ഒരു പട്ടിക്കുഞ്ഞും കാണൂല എന്ന് രാവിലെ ആയതുകൊണ്ട്. അതെ, വന്നിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ ആയിരിക്കും. പക്ഷെ മൺഡേ രാവിലെ പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷയില്ല. 7 മണിക്കാണ് സൺറൈസ്. 8 മണിയാകുമ്പോഴത്തേന് ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നതിന് മുന്നേ വരൂല. 7 മണിക്ക് ശേഷം ഇവിടെ നല്ല റഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സൺറൈസ് ടു 10 AM വരാനാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അത്യാവശ്യം തിരക്കാവുന്നു രാവിലെ. പക്ഷേ വ്യൂ ഒക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്. അത്രയും വെട്ടമില്ല കേട്ടോ, ഫോണിൽ കാണുന്ന അത്ര വെട്ടമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇന്നലെ വന്നാലും ഈ പ്രശ്നമില്ലാണ്ട് രാവിലെ ജോലിക്ക് ആരും പോകുന്നില്ല. ഞങ്ങളങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ കുറച്ച് ആൾക്കാരുള്ള സമയത്ത് ഫോട്ടോ എടുത്തു. സൺറൈസ് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്ന ഈസ്റ്റ്, ഇവിടെ സൺറൈസ് വരുന്നതാണ്. പക്ഷെ പറ്റിച്ചു, സൺറൈസ് അവിടെയായിരുന്നു. ശരിക്കും ഫോൺ ചതിച്ചാണോ അതോ പ്രശ്നമാണോ അത് ശരിക്കുള്ള നേച്ചറിന്റെ പ്രശ്നമാണോ, എർത്തിന്റെ പ്രശ്നമാണോ? സിനിമയ്ക്കകത്ത് പറഞ്ഞു സൂര്യൻ എവിടെയാണോ ഉദിക്കുന്നത് അവിടെയാണ് ഈസ്റ്റ്. അയ്യോ, സൂര്യൻ പോയി, അതൊക്കെ വന്നോളൂ. ബട്ട് അവിടെയായിരുന്നു ശരിക്കും സൂര്യൻ ഉദിക്കുന്നത്. നമ്മൾ അപ്പുറത്തേക്ക് നോക്കോണ്ടാണ്. അതായത് നല്ല ഭംഗിയുണ്ട്, വലിയ തിരക്കില്ലാതെ കിട്ടി. ഇവിടെയാണോ പന്ത് കത്തിച്ച് നിൽക്കുന്നത്? തീയില്ലല്ലോ, അവരുടെ കയ്യിൽ തൂക്കുന്നതല്ലേ. എന്തായാലും അതൊന്നും കാണുന്നില്ല, അവിടെ പോയി നോക്കാം. വേറെന്തെങ്കിലും ആയിരിക്കും. എന്താണേലും നമ്മൾ അവിടെ പോയി അടുത്ത് പോയി ഇത്ര നമ്മുടെ സൈഡിലുണ്ട്, നമ്മൾ അറിഞ്ഞില്ല ആക്ച്വലി. ഇപ്പോഴാണ് അവിടെ നിന്ന് വെട്ടമൊക്കെ ഒന്ന് ക്ലിയർ ആയി.
ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നു തുടങ്ങി. നല്ല എത്ര സമയം 7:30 ആയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു പേര് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കണ്ട പോലെയാണ് 10 ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. ന്യൂയോർക്കിൽ വന്നു. ഇതൊക്കെ ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നു വീഡിയോ. അയ്യോ ശരിക്കും നമ്മള് ബ്രൂക്ലിൻ മൻഹാട്ടൻ കൂടുതൽ നമ്മളാണ് ടീഷർട്സിലൊക്കെ നമ്മൾ കാണുമ്പോൾ ആക്ച്വലി നേരത്തെ ഒന്നും എന്താണെന്നൊന്നും അറിയത്തിണ്ടായിരുന്നില്ല ചെറുപ്പത്തിലേക്ക്. ശരിക്കും സ്ഥലപ്പേരൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ആ ബ്രാൻഡാണ് ആദ്യമേ പണ്ടൊക്കെ വെച്ചിട്ടുണ്ടാ. പിന്നെ നമ്മൾ സിനിമയിലൊക്കെ കണ്ട് അങ്ങനെ സ്ഥലപ്പേരെന്നൊക്കെ മനസ്സിലായി. എന്നാലും നമ്മൾ അവിടെയൊക്കെ വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. അതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അടിപൊളിയാണ്. ഏത് വർഷം ഇത് ഉണ്ടാക്കിയാവോ? അതിന്റെ ഹിസ്റ്ററി അവിടെ ഫ്രണ്ടിലുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ സ്പോട്ട് കണ്ടുപിടിക്കണതിന്റെ തിരക്കിലാവുന്നു നോക്കി. ആർക്കെങ്കിലും അറിയുമെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു തരേണ്ടതാണ്. ആക്ച്വലി ഇവിടെ വെഡിങ് ഫോട്ടോഗ്രാഫി വരെ നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ ആൾക്കാരെ കാണാം. അവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഫോട്ടോസ് ഒക്കെ ആക്ച്വലി ഇവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നേരിട്ട് കാണാൻ പറ്റും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവരെ കാണാനും നല്ല രസമാണ്. ക്യൂട്ട് ആയിട്ടുണ്ട്. എല്ലാവരും അവർ നോക്കും. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർക്ക് എന്ത് ബുദ്ധിമുട്ട്? നമ്മൾ ഇത്ര ആൾക്കാരുടെ ഇടയിൽ കിടന്നിട്ട് എന്തൊക്കെ അഭിപ്രായം കാണിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തണുപ്പുണ്ട്. രാവിലെ നമ്മൾ വന്നപ്പോൾ തണുപ്പുണ്ടായില്ല. ഇപ്പൊ ഇച്ചിരി തണുപ്പ് വന്നു. എനിക്കിവിടെ നമ്മള് രാവിലെ ആ കോഫി ഒക്കെ കുടിച്ചതിന് ചൂടായിരുന്നു. ഷോപ്പുണ്ട്. ഓൺലൈൻ ഓൺലൈൻ കമ്പനിയാണോ? എന്നാലും ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ബിൽഡിംഗ് നല്ല രസമുണ്ടല്ലേ? ഡംബോ ഹൈറ്റ്സ്. ശരി. സൺറൈസ് കഴിഞ്ഞു. എന്നാലും അത്ര വലിയ വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഒരു ക്ലൗഡിയാണ് ഇന്ന് മഴയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ വീടൊക്കെ എന്ത് ഇതല്ലപ്പോ അത് അവർ രണ്ടുപേരും കഴിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ പറയായിരുന്നു ഇങ്ങനെ ഇവിടെ താമസിക്കുന്നവർക്കൊന്നും ഒരു പ്രൈവസി ഇല്ല. അവിടെ ആൾക്കാരെ കണ്ടത് ഇങ്ങനെ എല്ലാവരെയും കാണാം. അവിടെ രണ്ട് ആണോ? അതെ, അവിടെ ഒരു പെണ്ണ് ഫോൺ വിളിക്കുന്നു, ഇവിടെ ഒരാൾ കഴിക്കുന്നു, എല്ലാം കാണാൻ പറ്റും. എനിക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നോക്കി 2 ബിൽഡിങ്ങിന് നടുക്ക് ഒരു പാലം കാണുന്ന ഒരു പ്രത്യേക ഒരു ഫോട്ടോ ചുറ്റും കാണിച്ചു. ഇപ്പോഴും സമയം 8:15 ഉള്ളൂ. ആൾക്കാർ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഇങ്ങനെയൊന്നും അല്ല ഇവിടെ കുറിച്ച് കേട്ടേക്കുന്നത്. വണ്ടിയുടെ ഒക്കെ സൗണ്ട് ഉണ്ട്. അത് ട്രെയിനാണോ? അത് ട്രെയിനല്ലേ? നല്ല സൗണ്ട് ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന അന്ന് നമ്മൾ ക്യാമ്പിങ്ങിന് പോയപ്പോ നമ്മുടെ ബ്രിഡ്ജ്, ഞങ്ങളൊരു ബ്രിഡ്ജിന്റെ അടുത്തായി പോയി. എൻ്റെ പൊന്നെ, രാത്രി മനുഷ്യന് കിടക്കാൻ പറ്റാത്ത പോലെ സൗണ്ടായിരുന്നു. അതാ ഓർമ്മ വരുന്നത്. എന്നാലും ഈ ഏരിയ ഇവിടെ ഉണ്ടല്ലോ ഒരു കല്യാണ ഫോട്ടോഷൂട്ട്. അവരാന്ന് തോന്നുന്നു. വണ്ടി വരും പോകും. നമ്മുടെ പൈസയില് അതൊന്നും പ്രശ്നമല്ല. കാനഡയിൽ പേടിച്ചാൽ മതി. ഡംബോ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലം അതെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലം എങ്ങോട്ടാന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മളെങ്ങനെ ചെയ്യുന്നത്? മാപ്പിൽ എല്ലാ സ്ഥലം ഇട്ട് നോക്കും. എന്നിട്ട് നമ്മൾ അടുത്തടുത്ത സ്ഥലം അതെ നമുക്ക് അടുത്തുള്ളൂ. പ്ലാൻ ചെയ്തിട്ട് പോലെ ഭയങ്കര പാടാണ്. അത് ഏരിയ ഇങ്ങനെ ഒരു ഏരിയയിൽ ഇന്ന് കവർ ചെയ്യണം എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ മാപ്പ് അനുസരിച്ച് മാപ്പിൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ഓൾറെഡി സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. സേവ് ചെയ്യും. മൈ മാപ്പ് അല്ല, പക്ഷെ അതിന് എന്താ പറയാ, ചുമ്മാ സേവ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഐറ്റിനറി അങ്ങ് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സേവ് ചെയ്യും. ഞങ്ങൾ ഐസ്ലാൻഡ് എല്ലാം അങ്ങനെയാണ് പോയത്. അത് നല്ലൊരു ട്രിക്കാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്യുക. അടിപൊളി. കാരണം അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എവിടെ പോയിട്ട് പോകുന്നതാണ്. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് പിന്നെയും ഈ സ്പോട്ടിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരും. മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പിന്നെ നമ്മൾ സമയം അനുസരിച്ചും ചെയ്യും. ചിലപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യും. ആ ഒരു ഏരിയയിൽ പറ്റുന്ന അനുസരിച്ച് അങ്ങ് കവർ ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെടുന്നേക്കാം.
എന്താ നോക്കുന്നത് അവിടെ ആരാ? ആ പെണ്ണ് പാവാടിയിട്ട് കറക്കുന്നത്. ഇന്ത്യക്കാരനും കല്യാണം ഗോപകുമാരിയും പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കിയ ഒഴുക്കിയ ആകെ ഒരു 2-3 സബ്സ്ക്രൈബർ ഉള്ളു, അതും കൂടെ ഒരു പോകും. 2-3 സബ്സ്ക്രൈബർ ഒന്ന് നീ ഒന്ന് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യും. നമ്മളെ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഈ ജോബ് ഒരു ആൽമണ്ട് കേക്ക്, ആൽമണ്ട് ലോഫ്, മേടിച്ചു. ആൽമണ്ട് ഹണി ലോഫ്, നല്ല മധുരമാണ്. മേടിച്ചു. നമ്മൾ ഈ ആൾക്കാരുടെ കോപ്രായങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കോപ്രായങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. സോ നമുക്ക് നാട്ടുകാരുടെ കോപ്രായങ്ങളൊക്കെ രസമാണ്. അത് കണ്ടുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതും കാണുന്ന മൻഹാട്ടൻ ബ്രിഡ്ജാണ്. എന്താ ഇവിടെ കുറേ ഏഷ്യൻസ് ഉണ്ട്, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുണ്ട്. ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാണ്ട് തന്നെ. എന്താ വെച്ചാൽ അങ്ങനത്തെ കുറേ കടകളും ഫുഡുകളും ഒക്കെ ഉണ്ട്. ഈവൻ ടൊറന്റോയിൽ തന്നെ എന്തോ വളരെ പൈസ ഉണ്ട്. ദുട്ടിരിക്കുക, അതാണ് ദുട്ടിരുത്തും. അതാ നമ്മക്കിட்ட ഇല്ലേ. ഡംബോയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരാണ്. ആ ഒരു കപ്പിളിന് ഒരു വെഡിങ് ഷൂട്ടാന്ന് തോന്നുന്നു. തോന്നുന്നില്ല, വെഡിങ്ങിന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തോണ്ടും കണ്ടോന്ന് എടുക്കുന്ന പോലെയാണ്. അതൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫറിനെ കൊണ്ടൊക്കെ അല്ലേ. ചിലവരിങ്ങനെ സ്വന്തമായിട്ട് എടുക്കുമായിരിക്കും. ഫോട്ടോഗ്രാഫേഴ്സിന് നല്ല പൈസയാണല്ലോ, ഇങ്ങനെ എടുക്കും. പക്ഷെ ഇവർ പോസൊക്കെ ഉണ്ടോ, നല്ല രസമാണ്. ഞങ്ങൾ ടൈം സ്ക്വയറിൽ നിന്ന് $10 ഫോട്ടോ എടുത്തു. 5 പൈസക്ക് കൊള്ളത്തില്ല. ആ നല്ല ഫോട്ടോ പക്ഷെ നമ്മൾ ഇടും എവിടെയും. അതെ, $10 കൊടുത്തോണ്ട് ഇടും. പക്ഷെ എന്നാലും നമ്മൾ ഫോണിലെടുത്ത് അതിനേക്കാൾ സൂപ്പർ നല്ലതാണ്. ലൈഫിൽ നോക്കണം, നല്ല നല്ല രസമാണ്. ഇച്ചിരി കഴിയുമ്പം ഇതിപ്പോൾ സാധാ കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ ആക്ഷൻസ് ഒക്കെ കാണിക്കും. അത് രസമാണ്, നല്ല രസമുണ്ടായിരുന്നു. ആ ചെറുക്കനും ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. ചെറുക്കൻ ഓടി ചാടി നടക്കുകയാണോ, അവൻ സ്പ്രിന്റഡ് ആട്ടോ, ഓടി വരുന്നു. ടൈമർ വെച്ചാത്ത കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതിന്റെ പുറകിലെ ആൾക്കാർ അവളുടെ ഇത് കണ്ട് ഉടുപ്പ് വയ്ക്കോ. അത് ശരിയാണോ, അതൊരു വെറൈറ്റി ഡ്രസ്സിംഗ് ആണല്ലോ ഈ പെണ്ണ്. ആണോ? ഈ ഒരു ഷോനെ കൊണ്ട് അങ്ങനെ ഇറങ്ങുമല്ലോ. ഇതെന്താ സാധനം, കാണാൻ കൊതിയാകുന്നു ഷോന്റെ. അങ്ങനെ ഈ ചെറുക്കൻ്റെ ഇവന് ഒരു റിമോട്ടോ മറ്റേ അങ്ങനെ ബട്ടണുള്ളൊരു സാധനം ഉണ്ടാകാൻ അവൻ എന്ത് എളുപ്പമായിരുന്നു അവന്. അല്ല, അവനിങ്ങനെ എടുക്കുന്നു, ഓടി വരുന്നു, ടൈമർ വെക്കുന്നു, പോകുന്നു. പാവം ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഇനി തിരിച്ച് നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിൽ കൂടെ പോകുന്നു. അപ്പം നമുക്ക് നോക്കാം തിരക്കുണ്ടാവുന്നു. അപ്പൊ അറിയാം രാവിലെ വന്ന് എണീറ്റ് ഉറക്കം കളഞ്ഞു. വെറുത്താണോ? ഇപ്പോഴും തിരക്കില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ രാവിലെ വെറുതെ ഉറക്കം കളഞ്ഞു. തിരക്കുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം. 5 മിനിറ്റ് പോലും കിടന്നുറങ്ങാൻ സംഭവിച്ചില്ല. ഇതാണ് നമ്മൾ നേരത്തെ നിന്ന ഏരിയയൊക്കെ കാണത്തില്ലേ? അങ്ങനല്ല, കണ്ണ് ഇവിടെയൊക്കെയാണ് നിന്ന്. നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഇല്ല. ഇപ്പം മൺഡേ രാവിലെ 9 മണി ആയിട്ടുള്ളൂ. 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ തിരക്കാകുമായിരിക്കാം. നമ്മൾ രാവിലെ വന്നത് വെറുത്താണോ എന്ന് ചോദിച്ചാൽ വെറുത്താണ്. പക്ഷേ ബിക്കോസ് നമ്മൾ ഓൾറെഡി ഇത് കവർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആ ഒരു എംപ്റ്റിനെസ്സിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പം ആൾക്കാർ ഭയങ്കര വലിയ ക്രൗഡൊന്നുമില്ല. പിന്നെ പക്ഷെ നമുക്ക് ആ സൺറൈസ് കിട്ടി, അതൊരു അടിപൊളി സാധനമായിരുന്നു. പിന്നെ ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് 10 മണി ആവുന്നതിന് മുന്നേ ബ്രൂക്ലിൻ ബ്രിഡ്ജും ഡംബോയും ഞങ്ങൾ കഴിഞ്ഞു. കാരണം ഞങ്ങൾ ബ്രൂക്ലിനിൽ കുറേ നേരം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തായിരുന്നു കാണാൻ. കുറേ നേരം ഇവിടുത്തെ ഒരു മെയിൻ സാധനമാണല്ലോ. പിന്നെ ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് കുഴപ്പം തോന്നിയില്ല. ഇനി നമുക്ക് അടുത്തത് വേൾഡ് ട്രേഡ് സെന്റർ അങ്ങനെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉണ്ടാക്കിയ വർഷമാണ് ചിലപ്പോൾ ഇതിനായിട്ട് റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും. നല്ല ആൾക്കാർ വരുന്നുണ്ട്, ജാതിക്കുള്ള ആൾക്കാർ വരുന്നുണ്ട്. സമയം ടൂറിസ്റ്റ് സമയം ആയിക്കൊണ്ടിരിക്കുന്നു. പുതിയ എന്തെങ്കിലും സാധനം പറയുന്നത് പിന്നെ അവരിപ്പോ പറഞ്ഞു തരുന്നില്ല. ആ സ്റ്റോക്ക് മേടിക്കാൻ പറയും. അവര് പറയും നാളെ ഇത് പമ്പ് ചെയ്യുന്നുണ്ട്, ഇത് മേടിച്ചോളാൻ പറയും.
എന്താ ഇവിടെ ഒരു ബഹളമൊക്കെ? നമ്മൾ ന്യൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അങ്ങോട്ടേക്കാണ്. എന്താ ഇവിടെ ബഹളം? ഇവിടുന്ന് പ്രൊട്ടസ്റ്റാണോ? കെട്ടി കൊണ്ടുപോയി. ഇനി അവരെന്താ ചെയ്യുന്നതെന്നൊരു പിടിയില്ല. പ്രൊട്ടസ്റ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നമ്മൾ ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന സംഭവം. ഇതാണ് ഇപ്പോൾ തന്നെ അതിൻ്റെ വലിയൊരു ബിൽഡിംഗ്. ഇവിടെ കാണിക്കുന്നതിന് ഞാനിവിടെ ഒരു പുള്ളിക്കാരിയുടെ ചോദിക്കാൻ പോവാണ്, ഇത് എങ്ങനെയാണ് ആക്ച്വലി ഇവിടെ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി നമ്മൾ പലസ്തീനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ലൈക്ക് ഇവരിവിടെ പ്രൊട്ടസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി മാത്രമാണ്. ഇവർ എന്തോ ബെനിഫിറ്റാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. സോ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളോട് തന്നെ നമ്മൾ ചോദിക്കാൻ പോവാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ ഇത്രയും വോളിയത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ, കാരണം അത്രയും പ്രൊട്ടസ്റ്റിൻ്റെ സൗണ്ട് ഇവിടെയുണ്ട്. സോ കമ്പാരിറ്റീവ്ലി കുറഞ്ഞു. കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അവരോട് ഞങ്ങൾ ചോദിച്ച് അവരോട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 1 minute. 1 minute. Sorry. Like, you know, how it's gonna help the people in Palestine, like. Do I look at you or look at you when you're filming? Which one do you want? Like, yeah, you Either can one is just okay. whatever Yeah. you wish, yeah. Cool. Fantastic. Changes have happened because the people really want change. And so in addition to being here to stop the place where the money is being traded for these weapons manufacturers, also our social media presence allows people to know that not everyone agrees with what's happening. And so if there's so many who have doubts in their minds and their hearts about that this just doesn't seem right. So much money for war when right here in the United States we need that money for disaster recovery. We want them to know there is an alternative. There's another way of going about things. And what we have studied from social movement history is that it only takes about 3.5 to 4% of the population to start a deep movement. So this is appealing to those who will be a part of that part of the population. So we can really create a counter flow. Okay, got it. Is this the first protest or is it the follow-up? Or? This is one of many. Oh. And at first, right away, we came out to say ceasefire now. And we haven't been able to get a ceasefire because
of the intensity of the continuing, we believe, of U.S. weapons flowing in. Folks would figure it out on the ground if we could just release the hold that a military incentive has. And so we're here to practice that. And whenever you practice together with other people, there's conflict that comes. And so we get to practice resolving conflict here, just like we want people to do at every level of society. Oh yeah, that's really true. Like whatever you guys are doing here in front of Context is really nice because we are from Canada. We are born in India, and there are some people who still support Palestine. Israel. But we strongly support Palestine. I know like what's happening over there. I saw a video yesterday, like the women are getting burned, burned alive. I know like someone who lost their family so close. That pain is really. I don't know, like I have that, that feel like Yeah. You all might enjoy, if you do have any connections to Hindu folks or Buddhist folks, those are two organizations I can recommend, Buddhist Peace Fellowship or Hindus for Human Rights. Those are both international organizations that are committed to thinking about this together, as well as challenging some similar politics in India, even though they're in the diaspora. To also say, there's another way that we can do and be together. So those are some orgs that you might connect with. And today is Indigenous Peoples Day here. And I know in Canada also, there's just a lot of intensity that has a lot of violence against Indigenous people. And so there's a connection in that we need to be about saying what has happened in the past, it cannot continue if we want to survive on planet Earth. Oh yeah, thank you so much Thank for you so your much. information. What are they going to do with the people, like the protesters, the cops? So as you can see over here, they are going to load them into vans and then they will process them. They will either spend some time in a detainment facility or they will need to pay a fine and be released. Each protest is handled differently by the cops. You can see the long line of cops here. It depends what the consequences will be. But those who are not able to risk arrest, they were able to play different roles, such as myself, because we have our child here today and things like that. But those who are able to risk arrest, they will have it more like a violation on their record. So not a misdemeanor or a felony, but it's more like a traffic ticket. But it just depends. You can only get so many of those before it stacks up. So not everyone can do that all the time. But thank you for coming. Thank you for staying so long. Thank you so much. Take care. I'm going to give you some safety reminders. I'm going to give you some safety reminders. And we'll close out with one chant. Leave with a buddy. Leave with a buddy. Do not engage with counter-protesters. Do not engage with counter-protesters. Keep each other safe. Are we going to stop? Are we going to stop? Hell no! നമ്മുടെ ചാർജിങ് പുള്ളിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. കാണുന്ന ലൈൻ ഓടി വരിക, ഈ ലൈൻ ഓടി പിടിക്കുക, അതാണ് ഈ ലൈൻ മൊത്തം. ഈ കാണുന്നത് മനസ്സിലായിരിക്കും. സോറി, എരിവുണ്ട്. നല്ല എരിവുണ്ട്. നമ്മളായിരിക്കും വോൾ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ ഫോട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതുവരെ കണ്ടില്ല. ഇതിന് തൊട്ടടുത്ത് ഇവിടെ ഇതേപോലത്തെ ഒരു സ്ട്രീറ്റും ഉണ്ട്. ഒരു ഫുഡും ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ കോണൊക്കെ ബട്ടറിലും ലെമണിലൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ. എന്തായാലും അവരൊന്നും അറിയാത്ത ഒരു ദിവസം വന്നിട്ട് ജോലിക്ക് വന്നു
ഓക്കെ നമ്മളെ സെക്യൂരിറ്റി പറഞ്ഞു ഇതാണ് നമ്പർ 1, ഇവിടെയായിരുന്നു ഒറിജിനൽ നമ്പർ 2, ഇതാണ് ബർത്ത്ഡേ നമ്പർ 3, ആ ബാക്കിലാണ് ഇതാണ് നമ്പർ 7, ഏതൊക്കെയോ വേറെ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഫ്രീ റൈഡ് ഉണ്ട്, അതിലേക്ക് പോവുകയാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇവിടെ പുറത്തൊക്കെ ആൾക്കാർ യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ ഒഫീഷ്യൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫെറി റൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൊന്നും വീടില്ല, അവരൊക്കെ വിളിച്ച് നിങ്ങളെ നൈസായിട്ട് അവരുടെ ഒരു ഫെറി ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ അതിലേക്ക് കൊണ്ടുപോകും. അതിൽ കയറാൻ പറ്റില്ലായിരിക്കും മറ്റവർ, പക്ഷേ നിങ്ങളിങ്ങനെ കൊണ്ടുപോകാൻ നോക്കും. അപ്പോൾ അവർക്കൊരു ടിക്കറ്റ് ഫീ എന്താണുണ്ട്, അതുകൊണ്ടാണ് അവരങ്ങനെ കൊണ്ടുപോകാൻ നോക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ വരെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അതിലൊന്നും വീഴാതെ സ്റ്റേറ്റൻ ഐലൻഡ് ഫെറി റൈഡ് എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറിയിട്ട് എവിടെയൊക്കെയാണ് അതോ ഒന്ന് കയറാൻ പറ്റുക എന്നുള്ള അഡ്രസ്സുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള അഡ്രസ്സ് കയറുക വരിക, അതാണ് എളുപ്പം. അതറിയില്ല, ഇതൊക്കെ ലൈനായിരിക്കും. പിന്നെ വലിയ ലൈനപ്പൊക്കെയാണെന്ന് തോന്നുന്നു, എവിടെയാണെന്ന് അറിയില്ല, നമ്മളൊന്ന് കണ്ടുപിടിക്കണം. ഭയങ്കര വലിയ ലൈനാണ്. പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ലൈനിൻ്റെ നടുക്ക് വലിയ ലൈനായിരിക്കും, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിലേക്കൂടെ വന്ന് നമ്മൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. എൻ്റെ സൈഡിൽ തണുപ്പാണ് ഇവിടെ ഫുള്ള്. ഇവിടെ 2 ഡിഗ്രി 3 ഡിഗ്രി ഒക്കെയാണ്. ഞങ്ങളപ്പോൾ ജസ്റ്റ് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി. അതെ, ഞങ്ങൾ ടൈം സ്ക്വയർ വരെ വന്നതാ ലാസ്റ്റ് ടൈം. ബൈ പറയാൻ തണുപ്പൊക്കെ ഇവിടെ തന്നെ, വീട്ടിൽ പോയാലോ തിരിച്ച് പോയിട്ട് വരാം. വീക്ക് ഡേയ്സിൽ ടൈം സ്ക്വയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ വന്നേക്കുന്നത്. താഴെ ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവരിങ്ങനെ $10 സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഇരിക്കുന്ന അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുക്കും. അപ്പം 2 ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കഴിക്കാൻ കയറി. ഭയങ്കര തണുപ്പ് ആക്ച്വലി പുറത്ത്, 2 ഡിഗ്രി 3 ഡിഗ്രി. അതെ, നമ്മൾ ആ ഒരു തണുപ്പിനുള്ള ഡ്രസ്സിങ് അല്ല. ഇത് മൺഡേ നൈറ്റ് ആയിട്ട് ഒരു അത്യാവശ്യം ആൾക്കാരുണ്ട്, ബട്ട് സാറ്റർഡേ സൺഡേ വെച്ച് നോക്കുമ്പോൾ ഒട്ടുമില്ല അല്ലേ. ബട്ട് ഒരു മൺഡേയിൽ നല്ല തിരക്കുണ്ട്. ഈ ഒരു ഏരിയ നല്ല കേട്ടോ, ഇത് മെഗ്ലിയുടെ ഒരു പൊക്കത്ത് ഉള്ള ഒരു ഏരിയ, ഒരു കോർണർ നല്ല വ്യൂ ഉണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങൾ ചുമ്മാ വ്യൂ ഒക്കെ കണ്ടിട്ട് സംസാരിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ അവിടെ എത്തി, തിരിച്ചെത്തി. ഉറക്കം വന്നിട്ട് രക്ഷയില്ല. ഇന്ന് നമ്മൾ ഞാൻ ഉറങ്ങിയില്ല, ഇവള് നല്ല ഉറക്കമായിരുന്നു. നമ്മളിന്ന് 18 കിലോമീറ്റർ മണിയാകുമ്പോ അവന് സൂര്യനെ വെട്ടം കാണണം പറഞ്ഞിട്ട്. ഇപ്പൊ ടൈം സ്ക്വയറിൽ അവൻ നിക്കണം പിന്നെ 1 മണിക്കൂർ. നമ്മള് ഇന്നും 18 കിലോമീറ്റർ നടന്നു. നമ്മളിനി പോയി കിടന്ന് ഉറങ്ങുന്നു, രാവിലെ എഴുന്നേക്കുന്നു, വിടുന്നു വീട്ടിലേക്ക്. അപ്പം നമ്മുടെ US ന്യൂയോർക്ക് ബ്രൂക്ലിൻ മൻഹാട്ടൻ ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ട്രിപ്പിലേക്ക് നമുക്ക് കാണാം. ബൈ ബൈ.